ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പച്ചരി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചിലപ്പം പച്ചരിയൊക്കെ കുതിർത്ത് കഴിഞ്ഞായിരിക്കും ചോറില്ലാത്തത് കാണാം ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചോറൊക്കെ ഇല്ലാണ്ടാകുന്ന സമയത്ത് നമുക്ക് ചോറില്ലാതെ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കപ്പ് പച്ചരി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും വെള്ളം വെച്ചിട്ട് സോക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 4 മണിക്കൂറിന് ശേഷം ഇതാ പച്ചരി റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പച്ചരിയുടെ വെള്ളമൊക്കെ അങ്ങ് കളഞ്ഞിട്ട് നമുക്ക് പച്ചരി മാത്രമായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പം നമ്മളിതാ 4 മണിക്കൂർ സോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുള്ള നമ്മളെ പച്ചരിയുടെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് തേങ്ങ കേട്ടോ. ഒരു കപ്പ് തേങ്ങ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർക്കാം, അല്ലാണ്ടെങ്കിൽ ഇതാ ഇതുപോലും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ചേർക്കാൻ ഇഷ്ടം അതങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് പച്ചരിക്ക് നിർബന്ധമായിട്ടും ഒരു കപ്പ് തേങ്ങ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചിട്ടെടുക്കുക. ആ വെള്ളത്തിൻ്റെ അളവ് ഈ ഒരു കണക്കാണേ. അപ്പോൾ നമ്മളിത് അരച്ചെടുത്ത ആ ഒരു മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കട്ടി ഉണ്ടാകാൻ പാടില്ല, ലൂസായി പോകാനും പാടില്ല കേട്ടോ. നമ്മൾ ദോശമാവിനേക്കാളും ഒന്നുകൂടി നല്ല കട്ടിയുള്ള മാവായിരിക്കണം നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ആ ഒരു പരിവാട്ടോ വേണ്ടുന്നത്. ഇനി ഈ ഒരു മാവിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് വേണം നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി. ലൂസാകാനേ പാടില്ല. നമുക്കപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ ഉണ്ടാകാൻ. ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ള ഒരു മസാല തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു നുള്ള് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ വെള്ളമൊക്കെ കാച്ചുന്ന ആ ഒരു ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് അത് രണ്ടും ഒന്ന് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നിങ്ങനെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സവാള ഒന്ന് ചെറുതായിട്ട് തോലൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ട് വഴന്ന് വരണ്ട, ഒന്ന് കളർന്ന് മാറി വന്നാൽ മതി. ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മാത്രം മതിയേ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു തക്കാളി ചെറുത് മതി കേട്ടോ, ഒരുപാട് വലിപ്പമുള്ളതൊന്നും വേണ്ട. ചെറിയൊരു തക്കാളി എടുക്കുക. 2-3 പച്ചമുളകും കൂടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 2 പൊട്ടാറ്റോ, മീഡിയം സൈസുള്ള 2 പൊട്ടാറ്റോ ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ നമ്മൾ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഈ ഒരു മസാലയ്ക്ക് ഇതിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടുന്ന ആ ഒരു രീതി ആകുന്നത് വരെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഈ ഒരു സമയത്തൊക്കെ. അതിനുശേഷം നമുക്കിതിലേക്ക് പൊട്ടറ്റോ വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കേ. അപ്പോൾ എരിവൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർക്കുന്ന ആ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ അളവ് കൂട്ടിയിട്ടെടുക്കാം കേട്ടോ. കുരുമുളക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂണിന് പകരമായിട്ട് 1/2 ടീസ്പൂണൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത്യാവശ്യത്തിന് എരിവൊക്കെ ഉണ്ടാവും. ഇനി ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ പൊട്ടറ്റോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഇതുപോലൊരു വെള്ളമുള്ള സമയത്ത് വേണ്ടിട്ട് നമ്മളിതൊന്ന് തുറന്ന് നോക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വറ്റേണ്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതാ ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ഈ ഒരു പൊട്ടറ്റോ ഉടച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഇതിനൊന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ പൊട്ടറ്റോ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ തന്നെ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് ഉടച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ 1-2 ഫീസിലൊന്ന് അടുപ്പിച്ചെടുത്താൽ മതിയേ. അപ്പം അത് അങ്ങനെ കുക്കറിലാകുമ്പോൾ മൊത്തത്തിൽ എല്ലാം അങ്ങ് കുഴഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പെട്ടെന്ന് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ കുക്കറിലേക്ക് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് അങ്ങ് ഈ ഒരു മസാല ഡ്രൈ ആക്കിയിട്ട് എടുക്കണ്ട. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മസാല ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂണോളം മാവ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം മാവ് ഇതാ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മൾ തയ്യാറാക്കിയിട്ട് എടുക്കാൻ. നല്ല ലൂസായി പോകാനേ പാടില്ല. പരത്തിയെടുക്കണ്ട. ദോശ മാവ് ആക്കുന്നത് പോലെ പരത്തിയെടുക്കേ വേണ്ട. ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലയും കൂടി ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും കുറച്ച് മാവ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ മസാലയൊക്കെ ഒന്ന് കവർ ചെയ്ത് കിട്ടുന്ന ആ ഒരു രീതിക്ക് ആ ഒരു മാവ് ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതിയേ.
അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയോ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയോ കറിവേപ്പിലയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യാൻ. അതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കുക. ആ ഒരു സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റോളം ഇതുപോലെ ഇങ്ങനെ അടച്ച് വെക്കുക. അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം 1 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. മുകൾ ഭാഗം നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആറി വന്നാൽ മാത്രം നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ആറുന്നതിന് മുമ്പേ തിരിച്ചിട്ട് കൊടുക്കണ്ട. അപ്പോൾ മൊത്തത്തിൽ അങ്ങ് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ആറി വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് കളർ മാറ്റിയിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 10-20 സെക്കൻഡ് കഴിഞ്ഞിട്ടാണല്ലോ നമ്മളിത് നന്നായിട്ട് തിരിച്ചിട്ടിട്ട് ആ ഒരു ഭാഗം നന്നായിട്ട് കുക്കായി നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ചോറൊന്നും ബാക്കിയില്ലാത്ത സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റും ആട്ടോ, നല്ല ക്രിസ്പിയും കൂടിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ പിന്നെ കാണാം.